ഇത് കള്ളക്കളി. കള്ളക്കളി ആരുടെ? ബിഗ് ബോസിന്റെ. നമുക്ക് ഇന്നത്തെ ചില അപ്ഡേറ്റ്സ് ഒക്കെ നോക്കാം. ഇന്നത്തെ ടാസ്കില്, അതായത് കുറച്ച് 2 ദിവസം കൊണ്ടുള്ള ടാസ്കുകള്, പിന്നെ അതായത് ഫാക്ടറി, റബ്ബർ ഫാക്ടറി, ചെരുപ്പ് ഫാക്ടറി ഒക്കെ ആണല്ലോ ഇപ്പോൾ ഉള്ളത്. അതിനകത്തിലെ സൂപ്പർ പവർ കൊടുത്ത് കയറ്റിയേക്കുന്ന നൂറയാണ്. ഒരു പക്ഷെ ബിഗ് ബോസ് നൂറ ആയിരിക്കത്തില്ല വരാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ കളം മാറ്റി ചവിട്ടുന്നു. ഇത് ഫയർ ആയിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇന്ന് 10 ഗോൾഡ് കോയിനാണ് കൊടുത്തിരുന്നത്. ഗോൾഡ് കോയിൻ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് വെച്ചാൽ ലക്ഷറി ടാസ്കില്, പണിപ്പുര ടാസ്കിലൊക്കെ ഈ ഐറ്റംസ് എടുക്കാനൊക്കെ ഉള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഫുഡ് ഐറ്റംസും അവരുടെ പേഴ്സണൽ ബിലോങ്സിങ്ങും ഒക്കെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് അതിന് വലിയ ഒരു പവർ ഒന്നുമില്ല. പക്ഷെ ബ്ലാക്ക് കോയിൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ പോലും അതിനകത്ത് വേറുണ്ട് ഒരു കാര്യമുണ്ട്. ഡയറക്റ്റ് നോമിനേഷനിലേക്ക് കൂടുതൽ കിട്ടുന്നവരെ വിടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ധരിച്ചത് ബ്ലാക്ക് കോയിൻ എന്ന് വെച്ചിട്ടില്ല, ബിഗ് ബോസിന്റെ കള്ളക്കളിയോടാണ്. ഫെയർ ആയിട്ട് കളിക്കണം ബിഗ് ബോസ്. അതായത് ഈ പിന്നെ സൂപ്പർ പവർ കൊടുത്തിട്ട് പവറെല്ലാം എടുക്കുക, ഇങ്ങനെയൊക്കെ ഒരു ജനത്തിനെതിരെ ആ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അത് ശരിയായ ഒരു ഇതല്ല. നമുക്കിവിടെ കോടതിയും വക്കീലും ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതിനെ ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു പവർ കൊടുത്തു കഴിഞ്ഞാൽ ആ പവർ അതിന്റെ അങ്ങോളം വേണം. അല്ലെങ്കിൽ 3 ദിവസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 3 ആഴ്ച എന്ന് പറഞ്ഞാൽ 3 ആഴ്ച സൂപ്പർ പവർ കൊടുക്കണം. അപ്പൊ അനീഷിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ബിഗ് ബോസ് സീസൺ എന്ന് പറഞ്ഞു. അതൊക്കെ അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം മാറ്റണമല്ലോ. ഇങ്ങനെ വരുന്ന തീരുമാനങ്ങൾ മാറുവാണെങ്കിൽ ആ തീരുമാനങ്ങൾ മാറ്റണമല്ലോ. നല്ലൊരു ഗെയിം അതിനകത്ത് ഈ ഒരു ചാൻസ് എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്നത് അനീഷിന്റെ. അപ്പൊ ബിഗ് ബോസിന്റെ കള്ളക്കളികൾ കുറെ ഉണ്ട് ഇതിനകത്തില്. അപ്പൊ ഇന്ന് ബ്ലാക്ക് കോയിൻ അഥവാ നൂറയ്ക്ക് കൊടുക്കുകയായിരുന്നെങ്കിൽ നൂറ അത് അക്ബറിന്റെ തലയിലൊക്കെ പിടിച്ചു കൊടുത്തതിന് അക്ബറിനെ ഔട്ട് ആക്കുമായിരുന്നു. അക്ബറിനെ കളയാൻ ബിഗ് ബോസിന് താല്പര്യം ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകുന്നത്, എന്റെ ഒരു കണക്കൂട്ടലില് നൂറയ്ക്ക് ബ്ലാക്ക് കോയിൻ കൊടുക്കുക. അത് ഇത് ഇന്ന് ഷാനവാസിന് 4 കൊടുത്തു, പിന്നെ അക്ബർ ആരൊക്കെ 2 അങ്ങനെയൊക്കെ വീതം വെച്ചു 10 പക്ഷെ അതല്ല, ബ്ലാക്ക് കോയിൻ കൊടുക്കുമായിരുന്നെങ്കിൽ ഡെഫിനിറ്റ് അക്ബറിനെ നോമിനേറ്റ് ചെയ്തേനെ. ഇപ്പോൾ നൂറയുടെ കയ്യിലും 2 ബ്ലാക്ക് കോയിൻ ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് നോമിനേഷനിൽ അവരുണ്ട്. ഇമ്മ്യൂണിറ്റി പവർ പോയെന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ശരി, ഇതൊരു കള്ളക്കളിയായിട്ട് എനിക്ക് തോന്നുള്ളൂ. എന്തായാലും അടുത്ത ആഴ്ച പോകാൻ സാധ്യതയുള്ളത് ആദിലയാണ്. ബിഗ് ബോസിന്റെ ഇതിനകത്തൊരു തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നത് ആദില നൂറയെ സെപ്പറേറ്റ് ചെയ്ത് വിടും. ഇവർ ഒരുമിച്ച് വന്ന മാതിരി ഒരുമിച്ച് തിരിച്ചു വിടത്തില്ല. അതിനാണ് ഇതിന്റെ കളി 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ സെപ്പറേറ്റ് ആയിട്ട് കാണുമെന്ന് പറഞ്ഞ് ലെസ്ബിയൻ കപ്പിൾ എന്നും പറഞ്ഞ് കയറ്റി, ഒരുമിച്ച് കയറ്റി. ഇപ്പൊ തന്ത്രങ്ങൾ മാറ്റി, അതൊക്കെ ഓക്കെ. പക്ഷെ ഈ ഒരു കളി നമുക്കിത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ബിഗ് ബോസെ, ഇത് കള്ളക്കളിയായിപ്പോയി. പിന്നെ അതുപോലെ തന്നെ കിച്ചണകത്തില് ഫുഡിന്റെ കാര്യം പറയാൻ അവിടെ അടിയോടടിയാണ്. ചോറിന് കൂട്ടാനില്ല, ചോറ് കൊടുത്തില്ല, ഗോതമ്പ് പൊടി ഒന്നും പറയണ്ട. അതിനകത്തിന് നെവിനും റനഫാത്തമയും ഒന്നും പറയണ്ട. കുറെ എണ്ണങ്ങൾ പ്രവീണുമായിട്ട് കുരുക്കുന്നു. അതുപോലെ പിന്നെ വെസൽ ടീമിലെ ആദില പാത്രം കഴുകാൻ ചെയ്യുന്ന അനീഷ് 1 മണിക്കൂർ ബഹളം എന്ന് വേണ്ട. സംഭവ ബഹുലമായ ചെറിയ സംഭവങ്ങൾ നടക്കുന്നെങ്കിലും അത് ഈ ടാസ്കോ ഗെയിമോ അല്ലാത്ത കാര്യങ്ങളാണ് കൂടുതലും ബിഗ് ബോസിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ. ടാസ്ക് ഇപ്പൊ ഈ പിന്നെ സർക്കസ് കളിയും ചെരുപ്പ് കമ്പനിയൊക്കെ കൊള്ളാം. പക്ഷെ അത് ടാസ്ക് അവര് ജയിക്കുന്നു എന്ന് ബിഗ് ബോസ് ഉദ്ദേശിച്ച കണ്ടസ്റ്റൻസ് വന്നില്ലെങ്കിൽ അത് ബിഗ് ബോസ് കളം മാറ്റും. അതാണ് ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം. അതാണ് ഇന്ന് സംഭവിച്ചത്. നൂറയുടെ പവറുകൾ ചിലപ്പോൾ നഷ്ടമാകാം. ആദില ചിലപ്പോൾ അടുത്ത ആഴ്ച നോമിനേഷനിൽ ഔട്ടാകാൻ ചാൻസും ഉണ്ട്. വോട്ടിംഗ് നിലവാരത്തിൽ അത്യാവശ്യം ഇച്ചിരി മുന്നിലാണെങ്കിലും മറ്റുള്ള വോട്ടിംഗ് നിലവാരം നോക്കുകയാണെങ്കിൽ ആര്യനൊക്കെയാണ് പോകേണ്ടത്. ആര്യനെ ഒന്നും ഇപ്പൊ വിടത്തില്ല ഈ ബിഗ് ബോസ്. ബിഗ് ബോസിന്റെ ഈ വഴക്കിടുന്നതിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും ബിഗ് ബോസിന്റെ കണ്ടന്റ് കൊടുക്കുന്നവരാ അവരൊക്കെ. അനിമോളിലെ തന്ത്രങ്ങൾ ഇപ്പോൾ പലരും അംഗീകരിച്ചു തുടങ്ങി. അനിമോൾ ഇപ്പോഴും കിച്ചണിലെ വഴക്കിന് പിന്നിലെ തന്ത്രങ്ങൾ മെനയുന്ന അനിമോളാണെന്നുള്ളത് ഇപ്പോൾ ഈ ലൈവ് കാണുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ചെറിയ വഴക്കുകളും
ടാസ്കിലെ വൈരുദ്ധ്യങ്ങളും ആയി ബിഗ് ബോസ് പോകുന്നു. നമുക്ക് മറ്റൊരു ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.